പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മൾ ഇന്ന് 10ാം തരം തുല്യതയുടെ സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. 2024 ഒക്ടോബറിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ. ഒന്നാമത്തെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിന് ആൽഫ്രഡ് മാർഷൽ നൽകിയ സംഭാവനകൾ എന്തെല്ലാം? ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം നിർവചനം അവതരിപ്പിച്ചു. സമ്പത്ത് മനുഷ്യക്ഷേമത്തിന് വേണ്ടിയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകണം എന്ന ആശയം അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നിർവചനം അവതരിപ്പിച്ചു. സമ്പത്ത് മനുഷ്യക്ഷേമത്തിന് വേണ്ടിയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകണം എന്ന ആശയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. രണ്ടാമത്തെ ചോദ്യം, തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് മൂലമുള്ള 2 പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തെല്ലാം? ഉപരിതലത്തിലെ ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് വിളിക്കുന്നത്. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ മുതലായ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളായ തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിതെളിയിക്കും. കിണറുകളിൽ ജലനിരപ്പ് താഴുന്നു. ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നു. ശ്രദ്ധിക്കുക, കിണറുകളിൽ ജലനിരപ്പ് താഴുന്നു, ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നു. മൂന്നാമത്തെ ചോദ്യം, ഭരണപരിഷ്കാര കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാം? സംസ്ഥാനത്തെ പൊതുഭരണ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത വിലയിരുത്തി മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഭരണപരിഷ്കാര കമ്മീഷന്റെ ലക്ഷ്യം. ക്ഷേമരാഷ്ട്രം രൂപപ്പെടുത്തുക എന്നതിന് കമ്മീഷൻ പ്രാധാന്യം നൽകുന്നു. ക്ഷേമരാഷ്ട്രം രൂപപ്പെടുത്തുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. ഉദ്യോഗസ്ഥരുടെ മെച്ചപ്പെട്ട പ്രകടനം ഉറപ്പാക്കുന്നതിന് വേണ്ടി അവരുടെ നിയമനം, സ്ഥാനനിർണയം, സ്ഥാനക്കയറ്റം എന്നിവ അവലോകനം ചെയ്യുക. ഗവൺമെൻറ് ഘടകങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിനുള്ള രീതികൾ നിർദ്ദേശിക്കുകയും പങ്കാളിത്ത ഭരണസാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. പ്രധാനപ്പെട്ട പൊതുസേവനങ്ങൾ എത്രത്തോളം നടപ്പിലാക്കുന്നു എന്ന വിലയിരുത്തി അവയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം, എന്താണ് നികുതി? 2 തരം നികുതികൾ ഏതെല്ലാം? പ്രത്യക്ഷ നേട്ടം പ്രതീക്ഷിക്കാതെ ഒരു രാജ്യത്തെ ജനങ്ങൾ നിർബന്ധമായി സർക്കാരിലേക്ക് നൽകുന്ന പണമാണ് നികുതി. പ്രത്യക്ഷ നേട്ടം പ്രതീക്ഷിക്കാതെ ഒരു രാജ്യത്തെ ജനങ്ങൾ നിർബന്ധമായും സർക്കാരിലേക്ക് നൽകുന്ന പണത്തിന് പറയുന്ന പേരാണ് നികുതി. 2 തരം നികുതികളുണ്ട്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. ഏതു വ്യക്തിയാണോ നികുതി ഭാരം വഹിക്കുന്നത് അയാൾ നേരിട്ട് സർക്കാരിന് അടക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ഏതു വ്യക്തിയാണോ നികുതി ഭാരം വഹിക്കുന്നത് അയാൾ നേരിട്ട് സർക്കാരിന് അടക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ഉദാഹരണം, ആദായ നികുതി, വസ്തുനികുതി എന്നിവ. രണ്ടാമത്തേത് പരോക്ഷ നികുതിയാണ്. നികുതി ഭാരം വഹിക്കുന്ന വ്യക്തിയും നികുതി സർക്കാരിലേക്ക് അടക്കുന്ന വ്യക്തിയും 2 ആണെങ്കിൽ അത് പരോക്ഷ നികുതി. നികുതി ഭാരം വഹിക്കുന്ന വ്യക്തിയും നികുതി സർക്കാരിലേക്ക് അടക്കുന്ന വ്യക്തിയും 2 ആണെങ്കിൽ അത്തരം നികുതിയാണ് പരോക്ഷ നികുതി. ഉദാഹരണം, വിൽപ്പന നികുതി, കസ്റ്റംസ് നികുതി എന്നിവ. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. രാഷ്ട്രത്തിൻ്റെ നിർബന്ധിത ചുമതലകൾക്ക് 2 ഉദാഹരണം എഴുതുക. രാഷ്ട്രത്തിന് നിർബന്ധിത ചുമതലകളും വിവേചനപരമായ ചുമതലകളും ഉണ്ട്. അതിർത്തി സംരക്ഷണം, ക്രമസമാധാനം ഉറപ്പാക്കൽ, നീതി നടപ്പാക്കൽ, പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കൽ എന്നിവ നിർബന്ധിത ചുമതലയാണ്. ഒന്നുകൂടി പറയാം, അതിർത്തി സംരക്ഷണം, ക്രമസമാധാനം ഉറപ്പാക്കൽ, നീതി നടപ്പാക്കൽ, പൗരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കൽ. ഇനി വിവേചനപരമായ ചുമതലകൾ വരുന്നവയാണ് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ സൗകര്യം ലഭ്യമാക്കുക, ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുക, വികസന പദ്ധതികൾ നടപ്പിലാക്കുക എന്നിവ. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ സൗകര്യം ലഭ്യമാക്കുക, ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുക, വികസന പദ്ധതികൾ നടപ്പിലാക്കുക. ആറാമത്തെ ചോദ്യം, പൗരബോധം വളർത്തുന്നതിൽ ജനാധിപത്യത്തിൻ്റെ പങ്ക് വ്യക്തമാക്കുക.
പൗരബോധം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ചില സ്ഥാപനങ്ങളാണ് കുടുംബം, വിദ്യാഭ്യാസം, സംഘടനകൾ, മാധ്യമങ്ങൾ, ജനാധിപത്യം എന്നിവ. ജനാധിപത്യം സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയവ ഉറപ്പാക്കുന്നു. അവകാശ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ജനാധിപത്യം സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയവ ഉറപ്പാക്കുന്നു. അവകാശ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഏഴാമത്തെ ചോദ്യം, സാമൂഹ്യ നിയന്ത്രണ സംവിധാനങ്ങൾക്ക് 2 ഉദാഹരണം എഴുതുക. സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയുമാണ് സാമൂഹ്യ നിയന്ത്രണം അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനും വേണ്ടി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയുമാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. സാമൂഹ്യ നിയന്ത്രണം നടത്തുന്നത് സാമൂഹ്യ സ്ഥാപനങ്ങളാണ്. സാമൂഹിക നിയന്ത്രണ സംവിധാനങ്ങൾക്ക് ഉദാഹരണമാണ് കുടുംബം, മതം, വിദ്യാലയം, സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, പോലീസ്, കോടതി, ജയിൽ, പട്ടാളം തുടങ്ങിയവ. ഒന്നുകൂടി പറയാം. കുടുംബം, മതം, വിദ്യാലയം, സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, പോലീസ്, കോടതി, ജയിൽ, പട്ടാളം തുടങ്ങിയവ. എട്ടാമത്തെ ചോദ്യം, ബുദ്ധ മതത്തിൻ്റെയും ജൈന മതത്തിൻ്റെയും ആവിർഭാവത്തിന് വഴിതെളിച്ച ഘടകങ്ങൾ ഏതെല്ലാം? മൃഗബലിയും യാഗങ്ങളും കൃഷിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു. മൃഗബലിയും യാഗങ്ങളും കൃഷിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു. യാഗങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും വളർച്ച പുരോഹിതന്മാരുടെ ആധിപത്യത്തിന് വഴിതെളിച്ചു. യാഗങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും വളർച്ച പുരോഹിതന്മാരുടെ ആധിപത്യത്തിന് വഴിതെളിച്ചു. സമ്പന്നരായ വൈശ്യ വിഭാഗത്തിന് സമൂഹത്തിൽ താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. സമ്പന്നരായ വൈശ്യ വിഭാഗത്തിന് സമൂഹത്തിൽ താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. ജൈനമതം അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി. വേദാചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും അത് എതിർത്തു. ബുദ്ധമതവും അഹിംസക്കാണ് പ്രാധാന്യം നൽകിയത്. ആചാരങ്ങളെക്കാൾ ധാർമ്മികതക്കാണ് ബുദ്ധമതം പ്രാധാന്യം നൽകിയത്. ഒൻപതാമത്തെ ചോദ്യം, സഹകരണ ബാങ്കുകളുടെ 3 പ്രധാന ലക്ഷ്യങ്ങൾ എഴുതുക. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളാണ് സഹകരണ ബാങ്കുകൾ. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളാണ് സഹകരണ ബാങ്കുകൾ. സഹകരണ ബാങ്കുകൾ ത്രിതല സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്കുകൾ, പ്രാഥമിക സഹകരണ ബാങ്കുകൾ. ലക്ഷ്യങ്ങൾ: സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുക. ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക. വായ്പകൾ നൽകുക. ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, വായ്പകൾ നൽകുക. ഗ്രാമങ്ങളിൽ സഹകരണ ബാങ്കുകൾ വായ്പകൾ അനുവദിക്കുന്നത് കൃഷി, കുടിൽ വ്യവസായം, മത്സ്യബന്ധനം, കന്നുകാലി വളർത്തൽ എന്നിവയ്ക്കാണ്. ഗ്രാമങ്ങളിൽ സഹകരണ ബാങ്കുകൾ വായ്പകൾ നൽകുന്നത് കൃഷി, കുടിൽ വ്യവസായം, മത്സ്യബന്ധനം, കന്നുകാലികൾ വളർത്തൽ എന്നിവയ്ക്ക് വേണ്ടിയാണ്. ചോദ്യം നമ്പർ 10, ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള 3 ലക്ഷ്യങ്ങൾ എന്തെല്ലാം? രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ. ഒന്നാമത്തേത്, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ. പദ്ധതികളുടെ ആസൂത്രണത്തിന്. വിവിധ മേഖലകളുടെ സംഭാവനകൾ അറിയാൻ. സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കുക, പദ്ധതികളുടെ ആസൂത്രണത്തിന്, വിവിധ മേഖലകളുടെ സംഭാവനകൾ അറിയാൻ വേണ്ടി, സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ, മറ്റു രാജ്യങ്ങളുമായുള്ള താരതമ്യം ചെയ്യാൻ എന്നിവയ്ക്ക് വേണ്ടിയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. 11ാമത്തെ ചോദ്യം, മൗര്യ കാലഘട്ടത്തിലെ ജനജീവിതത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം?
കൃഷി വികാസം പ്രാപിച്ചു. കൃഷിയുടെ വികാസം കച്ചവടത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി. ജലസേചന സൗകര്യങ്ങൾ ഭരണാധികാരികൾ ഒരുക്കി. ചാപ്പ കുത്തിയ നാണയങ്ങൾ നിലവിലിരുന്നു. വ്യത്യസ്ത നികുതികൾ പിരിച്ചിരുന്നു. വർണ്ണത്തെ അല്ലെങ്കിൽ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനമാണ് നിലനിന്നിരുന്നത്. കൃഷി വികാസം പ്രാപിച്ചു. കൃഷിയുടെ വികാസം കച്ചവടത്തിൻ്റെ പുരോഗതിക്ക് കാരണമായിരുന്നു. ജലസേചന സൗകര്യങ്ങൾ ഭരണാധികാരികൾ ഒരുക്കിക്കൊടുത്തു. അതുപോലെ തന്നെ ചാപ്പ കുത്തിയ നാണയങ്ങൾ നിലവിലിരുന്നു. വ്യത്യസ്തമായ നികുതികൾ പിരിച്ചിരുന്നു. തൊഴിലിനെ അല്ലെങ്കിൽ വർണ്ണത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനമാണ് നിലനിന്നിരുന്നത്. മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു അശോകൻ. സാമ്രാജ്യത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ ഐക്യവും സാഹോദര്യവും നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ധർമ്മ. 11ാമത്തെ ചോദ്യം, ഇറ്റാലിയൻ നഗരങ്ങൾ മധ്യകാല വാണിജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രമായതിൻ്റെ കാരണം വിവരിക്കുക. തുറമുഖങ്ങളുടെ സാന്നിധ്യം, കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ, ഭരണാധികാരികളുടെ പ്രോത്സാഹനം എന്നിവയാണ് ഇറ്റാലിയൻ നഗരങ്ങൾ മധ്യകാലഘട്ടത്തിൽ വാണിജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി മാറിയതിൻ്റെ കാരണങ്ങൾ. 1. തുറമുഖങ്ങളുടെ സാന്നിധ്യം. 2. കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ. 3. ഭരണാധികാരികളുടെ പ്രോത്സാഹനം. മധ്യകാല വാണിജ്യം പ്രധാനമായും 2 പാതകളിലൂടെയാണ് നടന്നിരുന്നത്. പട്ടുപാത എന്നാൽ പ്രധാനമായും കരമാർഗമുള്ളതാണ്. സുഗന്ധവ്യഞ്ജന പാത എന്നാൽ പ്രധാനമായും കടൽ മാർഗത്തിലുള്ളതാണ്. 2 പാതകളാണ്, പട്ടുപാതകളും സുഗന്ധവ്യഞ്ജന പാതയും. പട്ടുപാത കരമാർഗമാണ്, സുഗന്ധവ്യഞ്ജന പാത കടൽ മാർഗമാണ്. നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങൾ മിക്കവാറും എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. എല്ലാവരും ഇവ നന്നായി പഠിക്കുക. ഈ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്കത് ഉപകരിക്കും. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടുത്ത ഭാഗവുമായി മറ്റൊരു ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം ചെയ്യുമല്ലോ.